ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു രക്തസാക്ഷി ആണ് ഞാൻ. അത്രയും ഒരു 4-5 വർഷത്തോളം വയറ്റിൽ വലിയൊരു കത്രിക 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രികയും പേറി ജീവിക്കുകയും എന്തോ ദൈവഭാഗ്യം കൊണ്ട് അത് കണ്ടുപിടിച്ച് 5-ാം വർഷത്തിലാണ് അത് വയറിന്ന് പുറത്തെടുക്കുന്നത്. അതിനുശേഷം ഡോക്ടേഴ്സിന് പറ്റിയ ഏറ്റവും വലിയ അശ്രദ്ധയാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആരോഗ്യമന്ത്രിക്കും എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്തു. അന്ന് തന്നെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3-ാം വർഷത്തിലേക്ക് എത്തിയിട്ടും ഇതുവരെ നീതി ഉറപ്പായിട്ടില്ല. ഒരു തരത്തിലുള്ള പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അത്രയും കാലവും ഞങ്ങൾ അനുഭവിച്ച വേദനകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ തുടർന്നുണ്ടായ ഒരുപാട് ഓപ്പറേഷനും അതിനെ തുടർന്നുണ്ടാകുന്ന പല തരത്തിലുള്ള പ്രയാസങ്ങളും കാരണം ഇപ്പോഴും ഞാൻ ഒരു മാറാരോഗിയായി ജീവിക്കുകയാണ്. എന്നിട്ട് പോലും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ്. അവര് തിരിഞ്ഞു നോക്കൂല എന്നുള്ള അവസ്ഥയിൽ ഒരു തെരുവ് സമരത്തിലേക്ക് വരെ എത്തേണ്ടി വന്നു. 110ഓളം ദിവസം മെഡിക്കൽ കോളേജിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ, കമ്മീഷൻ ഓഫീസിന് മുന്നിൽ അങ്ങനെ പല തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടും ആരോഗ്യമന്ത്രി ചോദിച്ചാൽ ഉടൻ പരിഹാരം ഉണ്ടാവും, ഹർഷിനക്കൊപ്പമാണ് സർക്കാർ നിരന്തരം പറയാന്നല്ലാതെ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പൊ ആരോഗ്യമന്ത്രി ഇങ്ങനെ ആരോഗ്യരംഗത്തെ അനാസ്ഥകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ ശരികൾ തന്നെ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്നാണ് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ശരികൾ തന്നെ ചെയ്തു പോകുന്നവരെ ആക്രമിക്കാൻ, പൊതുജനങ്ങൾ ആക്രമിക്കാന്ന് പറയുമ്പോൾ അത് പറയുന്നതിൽ തന്നെ എന്തൊരു വിഡ്ഢിത്തരാണ്. അപ്പോൾ ശരികൾ തന്നെ ചെയ്തു പോകുന്ന ഒരാളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുമോ? അപ്പോൾ ഇത്രയും വലിയ അനാസ്ഥകൾ, പിഴവുകൾ പറ്റിയ ആളുകളുടെ കൂടെ നിൽക്കാതെ അവർക്കൊരു നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി പിന്നെ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രി എന്നാണ് ചോദിക്കാനുള്ളത്. നമ്മളെ അടുത്ത് വന്ന് സമരപ്പന്തലിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഹർഷിനക്കൊപ്പമാണ് സർക്കാർ, ഹർഷിനക്കുടൻ പരിഹാരം എന്ന് പറഞ്ഞ മന്ത്രിക്ക് എന്ത് പറ്റി? 3 വർഷമായി ഇപ്പോഴും നീതി കിട്ടാതെ ഇപ്പോഴും പോരാട്ടത്തിലാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.